നമസ്കാരം സാർ. നമസ്തേ അഞ്ജന. ഹാരിസ് റാണ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ദയാവധത്തെ അനുവദിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് 13 വർഷമായി കോമയിൽ കിടക്കുന്ന 32-കാരൻ ഹാരിസ് റാണ എന്ന ഛത്തീസ്ഗഡിലെ യുവാവിന് ദയാവധം അനുവദിച്ച സുപ്രീം കോടതിയുടെ മാർച്ച് 10 വന്ന ഉത്തരവ് മനുഷ്യ സ്നേഹത്തിന്റെ പ്രഖ്യാപനമായാണ് ഞാൻ കാണുന്നത്. അന്തസ്സോടെ മരിക്കാനുള്ള ഒരു പൗരന്റെ അവകാശത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ആ വിധി. റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നത് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്നും അർത്ഥമുണ്ട്. കാരണം ജീവിതം ചെന്ന് നിൽക്കുന്ന ഫുൾ സ്റ്റോപ്പാണ് മരണം. അത് അന്തസ്സോടെ വേണമെന്ന് സ്വന്തം ജീവനോട് ജീവിതത്തോട് സ്നേഹമുള്ള ആരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ സ്വന്തം മരണം അന്തസ്സോടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാനല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ പലർക്കും കഴിയാറില്ല. കാരണം അത് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം, ശാരീരികമായ സ്വാതന്ത്ര്യം പലർക്കും ഇല്ലായിരിക്കും. ഹാരിസ് റാണയെ പോലെ കോമയിലായിരിക്കും, അല്ലെങ്കിൽ തളർന്നു കിടക്കുകയായിരിക്കും. അവർ സ്വന്തം മരണം ആഗ്രഹിക്കുമ്പോഴും സ്വയം മരിക്കാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോഴും ഒരു പ്രാകൃത ആചാരം പോലെ അവർ ജീവച്ഛവങ്ങളായി ജീവിക്കുന്നു. സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്ന ആത്മാഭിമാനമുള്ള ആരാണ് ജീവച്ഛവമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? സ്വന്തം ഇഷ്ടം പോലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത, സ്വന്തം മരണത്തിന്റെ കാര്യത്തിൽ പോലും തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത, തീർത്തും അസ്വതന്ത്രനായ ആ മനുഷ്യന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായാണ് ഞാൻ സുപ്രീം കോടതി ഈ വിധിയെ കാണുന്നത്. 2011 അരുൺ ഷാൻ ബാഗ് കേസിൽ സുപ്രീം കോടതി ദയാവധം നിയമവിധേയമാക്കി. അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നാണ് കോടതി പറഞ്ഞത്. എന്നിട്ടും ഹരീഷ് റാണയുടെ കുടുംബത്തിന് സുപ്രീം കോടതിയെ തന്നെ 2 പ്രാവശ്യം സമീപിക്കേണ്ടി വന്നു. 2ാമത്തെ പ്രാവശ്യം തീർപ്പാക്കിയ അപേക്ഷയിലാണ് സുപ്രീം കോടതി കോമയിൽ കിടക്കുന്ന ഹരീഷ് റാണയോടും അതിനേക്കാൾ കൂടുതലായി അയാളുടെ മാതാപിതാക്കളോടും നീതി കാണിച്ചത്. 2013 കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണാണ് സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന ഹാരിസ് റാണ കോമയിലായത്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് കഴിഞ്ഞ 13 വർഷമായി അയാളുടെ ജീവൻ നിലനിർത്തിപ്പോകുന്നത്. അയാൾക്കോ അയാളുടെ മാതാപിതാക്കൾക്കോ സമൂഹത്തിനോ ആവശ്യമില്ലാത്ത ജീവൻ. ചികിത്സ കൊണ്ട് യാതൊരു പുരോഗതിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജീവവായുവും ഭക്ഷണവും നൽകുന്ന കുഴലുകൾ നീക്കം ചെയ്യാൻ ജസ്റ്റിസ് പർദീവാല അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിട്ടത്. ദയാവധവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന് നിയമനിർമ്മാണം നടത്താനും കോടതി ഇതേ വിധിന്യായത്തിൽ തന്നെ സുപ്രീം കോടതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി പാർലമെന്റിനോട്, ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമയിൽ കിടക്കുന്ന റാണയ്ക്ക് ചുറ്റുമായിട്ട് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു അയാളുടെ മാതാപിതാക്കളുടെ രോഗം. സാമ്പത്തിക ഭാരം താങ്ങാൻ കഴിയാതെ അവർക്ക് ദില്ലിയിലെ മഹാവീർ എൻക്ലേവിലെ വീട് വിൽക്കേണ്ടി വന്നു. 2024 ജൂലൈയിൽ റാണയുടെ ദയാവധവുമായി ബന്ധപ്പെട്ട കേസ് ആദ്യം ദില്ലി ഹൈക്കോടതിയാണ് വിധി പറഞ്ഞത്. എന്നാൽ കോമയിൽ കിടക്കുന്ന ഹരീഷ് റാണയ്ക്ക് ബാഹ്യ സഹായമില്ലാതെ സ്വയം നിലനിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി അന്ന് കേസ് തള്ളിയത്. നിയമത്തിനാണോ നിയമം വ്യാഖ്യാനിക്കുന്നവർക്കാണോ ശരിക്കും അന്ധത? മാതാപിതാക്കൾ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും 2024 നവംബറിൽ കോടതി കേസ് തള്ളി. 1 വർഷത്തിന് ശേഷം മാതാപിതാക്കൾ വീണ്ടും കോടതിയെ സമീപിച്ചു. ആ കേസിലാണ് ഈ സുപ്രധാന വിധി. ദയാവധം എന്നാൽ എത്തനേഷ്യ നമ്മൾ പറയണം. എത്തനേഷ്യ എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം നല്ല മരണം എന്നാണ്. നല്ല നേഷ്യ മരണം, നല്ല മരണം എന്നാണ്. 1516 തോമസ് മോർ എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് എത്തനേഷ്യയെക്കുറിച്ച് ഉള്ള ചർച്ച പൊതുമണ്ഡലത്തിൽ എത്തിച്ചത്. ഉട്ടോപ്യ എന്ന അയാളുടെ നോവലിലൂടെയാണ് മോർ ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. മാറാരോഗം വന്നാൽ മജിസ്ട്രേറ്റിന്റെയും പുരോഹിതന്റെയും അനുവാദത്തോടെ ദയാവധം ആക്കാമെന്നായിരുന്നു തോമസ് മോർ യൂട്ടോപ്യയിൽ പറഞ്ഞത്. പിന്നീട് 1605 ഫ്രാൻസിസ് ബേക്കൺ എന്ന ബ്രിട്ടീഷ് ഫിലോസഫർ ഈ വിഷയം വീണ്ടും ചർച്ചയാക്കി. തന്റെ പ്രോഗ്രസ് ഓഫ് നോളജ് എന്ന ലേഖനത്തിലൂടെ മാറാരോഗം വന്നവരുടെ ജീവിതം നിലനിർത്താനുള്ള ശ്രമത്തിൽ രോഗിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകുന്ന വേദനാജനകമായ ലോകത്തെക്കുറിച്ചാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത്. 1920 മനഃശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് ഹേർച്ചും
നിയമജ്ഞൻ കാൾ ബൈൻഡിങ് ചേർന്ന് രൂപം കൊടുത്ത ഒരു തിയറി പ്രകാരം എത്തനേഷ്യ ഒരു സോഷ്യൽ റെമഡിയാണ്. എത്തനേഷ്യ പലർക്കും പല മേഖലകളെ ബാധിക്കുന്നതാണ്. ധാർമ്മികമായും മതപരമായും നിയമപരമായും ചികിത്സാപരമായും ഇങ്ങനെ പല മേഖലകളെ പല രീതിയിൽ ബാധിക്കുന്നു. ജീവൻ ദൈവം തന്നതായതുകൊണ്ട് അത് എടുക്കാൻ മനുഷ്യന് അവകാശമില്ല എന്ന് ക്രിസ്തുമതവും മറ്റെല്ലാ പ്രമുഖ മതങ്ങളും പറയുന്നു. അതുകൊണ്ട് തന്നെ മതങ്ങളെല്ലാം ദയാവധത്തെ എതിർക്കുന്നു. 1980 18 രാജ്യങ്ങളിൽ നിന്നായി 27 സംഘങ്ങൾ, ഓർഗനൈസേഷൻസ് ഓക്സ്ഫോർഡിൽ ഒത്തുകൂടി വേൾഡ് ഫെഡറേഷൻ ഓഫ് റൈറ്റ് ടു ഡൈ സൊസൈറ്റീസ് എന്നൊരു സംഘടനയ്ക്ക് അവർ രൂപം കൊടുത്തു. ആ പേര് വളരെ രസകരമാണ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് റൈറ്റ് ടു ഡൈ സൊസൈറ്റീസ്. 1991 ഏപ്രിൽ മാസത്തില് യൂറോപ്യൻ പാർലമെന്റ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഡിഗ്നിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ഫിസിക്കൽ പെയിൻ ഈസ് ആൻ അറ്റംപ്റ്റ് ഓൺ ഡിഗ്നിറ്റി ആൻഡ് ഡിസീസ് ഡിപ്രൈവ്സ് ലൈഫ് ഓഫ് ഓൾ ഡിഗ്നിറ്റി. ഒരു ജീവന്റെ ഏറ്റവും ഫൗണ്ടേഷൻ, മനുഷ്യജീവന്റെ ഫൗണ്ടേഷനാണ് ഡിഗ്നിറ്റി. അതേസമയം ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നത് ഈ ഡിഗ്നിറ്റിയെ തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ രോഗവും, മാറാത്ത രോഗം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ ഡിഗ്നിറ്റിയും ഇല്ലാതാക്കുന്നു. മാറാ രോഗം ജീവിതത്തിൽ തന്നെ അതല്ലാതാക്കി മാറ്റുന്നു. രോഗവും അതിനെ തുടർന്നുള്ള സഫറിങ്സും തകർത്ത് കളഞ്ഞ ജീവിതത്തെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം ദയാവധമാണ്. 1991 തന്നെ അമേരിക്ക പേഷ്യന്റ് സെൽഫ് ഡിക്ലറേഷൻ ആക്ട് പാസാക്കി. ഇതനുസരിച്ച് 1997 മുതൽ അമേരിക്കയിലെ ആശുപത്രികളിൽ ഒരു രോഗിയുടെ വിൽപത്രം അനുസരിച്ച് അയാളെ ദയാവധത്തിന് വിധേയനാക്കുന്നുണ്ട്. ലിവിംഗ് വിൽ അനുസരിച്ചാണ് ഇത്. ചില ചികിത്സാ രീതികൾ വേണ്ട എന്ന് വെക്കാനുള്ള രോഗിയുടെ ഇഷ്ടമാണ്, തീരുമാനമാണ് ലീഗൽ ലിവിംഗ് വിൽ എന്ന് പറയുന്നത്. ദയാവധത്തിന്റെ കാര്യത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും സ്വന്തമായി തീരുമാനമെടുക്കാമെന്ന് അമേരിക്കയിലെ ഫെഡറൽ കോടതി വിധിച്ചു. ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിയമവും അതിന്റെ പ്രായോഗിക തലവും ഗുണകരമായ രീതിയിൽ മാറി വരാൻ ഇനിയും വർഷങ്ങൾ എടുത്തേക്കാം. ജീവച്ഛവമായ ഒരാളുടെ ജീവൻ അയാളുടെ കൂടെ താല്പര്യപ്രകാരം ഇല്ലാതാക്കാനുള്ള മനുഷ്യത്വപരമായ നീക്കത്തിനെതിരെ ധാരാളം എതിർശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും നീണ്ട നാളത്തെ വാദത്തിനൊടുവിൽ ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ കോടതികൾക്കോ മതസ്ഥാപനങ്ങൾക്കോ മനുഷ്യാവകാശ സംഘടനകൾക്കോ ദൈവം കൊടുത്ത ജീവൻ എടുക്കാൻ മനുഷ്യന് എന്തവകാശം എന്ന് ചോദിക്കുന്നില്ല. ഒരു സംഘടനകളും ഒരു കോടതികളും അത് ചോദിക്കുന്നില്ല. എന്തിന്? ബലാത്സംഗത്തിന് തൂക്കിക്കൊല വരെ ശിക്ഷിക്കാം എന്ന നിയമനിർമ്മാണം നടത്തിയപ്പോഴും ഒരാളുടെ ജീവൻ ഇല്ലാതാക്കാൻ അയാൾക്കല്ലാതെ മറ്റാർക്കാണ് അവകാശമെന്ന് നമ്മൾ ചോദിക്കില്ല. അയൽ രാജ്യം ശത്രു രാജ്യമാണെന്നും ശത്രുവിനെ തടയാൻ നമുക്ക് പട്ടാളം വേണമെന്നും സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന് യുദ്ധം ആവശ്യമാണെന്നും യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവർ വീരമൃത്യു വരിക്കുന്നവരാണെന്നും പറഞ്ഞ് 10,000-കണക്കിന് ആരോഗ്യമുള്ള മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുമ്പോഴും ലക്ഷക്കണക്കിന് നിരപരാധികളായ ആൾക്കാരുടെ മുകളിലേക്ക് ബോംബിടുമ്പോഴും ആ സമയത്തും ജീവച്ഛവമായി കിടക്കുന്ന ഒരാളെ സ്വതന്ത്രനായി മരിക്കാനുള്ള അവകാശം നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണല്ലോ ദയാവധത്തിന് അനുവാദം വാങ്ങാൻ ഒരു കുടുംബത്തിന് വർഷങ്ങളോളം കോടതി കയറേണ്ടി വന്നത്. ഭ്രൂണഹത്യയേക്കാൾ മനുഷ്യത്വരഹിതമാണോ ദയാവധം? ദാരിദ്ര്യ മരണത്തെക്കാൾ മനുഷ്യത്വരഹിതമാണോ ദയാവധം? ഈ പശ്ചാത്തലത്തിൽ വേണം ഹാരിസ് റാണയ്ക്ക് ദയാവധം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ നോക്കിക്കാണാൻ. 2018 കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലെ വിധിക്കനുസൃതമായി ഹരീഷ് റാണയ്ക്ക് കൊടുത്തുവരുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് പിൻവലിക്കാൻ മെഡിക്കൽ ബോർഡിനെ അനുവദിച്ചുകൊണ്ടുള്ളതാണ് സുപ്രീം കോടതി ഈ വിധി. അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 21 ഉൾപ്പെട്ടതാണ് എന്നാണ് 2018 കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ വിധിയുടെ പ്രസക്ത ഭാഗം. കോമൺ കോസ് എന്നതൊരു രജിസ്റ്റേർഡ് സംഘടനയാണ്. അവരാണ് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി മൗലിക അവകാശമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 അനുസരിച്ച് നേരിട്ട് സമീപിച്ചത്. 100 പേജുള്ള വിധിന്യായത്തിൽ കോടതി പാസീവ് എത്തനേഷ്യ നിയമാനുസൃതമാക്കി, എന്നാൽ ആക്റ്റീവ് എത്തനേഷ്യ നിരോധിക്കുകയും ചെയ്തു. ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം പിൻവലിക്കുന്നതാണ് പാസീവ് എത്തനേഷ്യ. എന്നാൽ എന്തെങ്കിലും മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുകയോ വഴി മാറാരോഗിയായ ഒരാളുടെ ജീവൻ എടുക്കുന്നതാണ് ആക്റ്റീവ് എത്തനേഷ്യ. കൂടാതെ
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് താൻ മാറാരോഗിയായി മാറുകയും തനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ബോധം ഇല്ലാതെ വരികയും ചെയ്യുകയാണെങ്കിൽ തനിക്ക് നൽകി വരുന്ന ചികിത്സകൾ പിൻവലിച്ച് തന്നെ അന്തസ്സോടെ മരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് കാണിച്ചുകൊണ്ട് വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്യാമെന്നും ആ വിധിയിൽ കോടതി പറഞ്ഞു. 2018 കോമൺ കോസ് വിധി ന്യായത്തിൽ പറയുന്ന പോലെ പാസീവ് എത്തനോഷ്യ ആണ് ഹാരിസ് റാണയ്ക്ക് കൊടുക്കുക. വിധിന്യായം വായിച്ചതിനിടയ്ക്ക് ജസ്റ്റിസ് പർദിവാല ഇമോഷണലായി എന്ന് ആണ് ന്യൂസ് റിപ്പോർട്ടർ പറയുന്നത്. 13 വർഷമായി കോമയിൽ കിടക്കുന്ന ഹരീഷ് റാണയ്ക്ക് നൽകിയ സ്നേഹസ്പർശമായാണ് ഞാൻ ആ കണ്ണുനീർ തുള്ളിയെ കാണുന്നത്. ഇതിനോടൊപ്പം എസ്കിമോകളുടെ ഇടയിൽ ഉള്ള ഒരു രീതിയെക്കുറിച്ച് നമ്മൾ ഈ കരണത്തിൽ ഞാൻ ഓർത്തു പോകുന്നു. ആർട്ടിക് പ്രദേശത്തെ ഒരു ഗോത്രവർഗമാണ് എസ്കിമോകൾ. കാനഡയിലും ഗ്രീൻലാൻഡിലും അലാസ്കയിലും ചില ഭാഗങ്ങളിലുമായാണ് ഇൻവൂയിറ്റ് എന്ന് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന എസ്കിമോകൾ കൂടുതലായും കാണപ്പെടുന്നത്. ഏകദേശം 1,88,000 അത്തരം എസ്കിമോകളാണ് ലോകത്തുള്ളത്. മുഖ്യധാര സമൂഹമായി ചേർന്ന് ജീവിക്കുന്നവരും പഴയ രീതിയിൽ സീലുകളെയും തിമിംഗലയെയും വാൽറസുകളെയും വേട്ടയാടി മൃഗങ്ങളുടെ തൊലി കൊണ്ട് വസ്ത്രവും വീടിന്റെ മേൽക്കൂരയും നിർമ്മിച്ച് ജീവിക്കുന്ന മനുഷ്യരും ഈ എസ്കിമോകളിലുണ്ട്. അവർക്ക് ഏറ്റവും ദൗർലഭ്യമുള്ളത് അവർ ആഹാര സാധനം തന്നെയാണ്. അതുകൊണ്ട് പ്രായമായ മനുഷ്യർ ആഹാരം വേണ്ട എന്ന് വെച്ച് പയ്യെ മരണത്തിലേക്ക് കീഴടങ്ങും. മിച്ചമുള്ള ആഹാരം അടുത്ത തലമുറയ്ക്കായി മാറ്റിവെച്ച ശേഷമാണ് അവരെ ചെയ്യുന്നത്. നമ്മൾ ജീവച്ഛവമായ മനുഷ്യർക്ക് മൂക്കിൽ കൂടി ദ്രവ രൂപത്തിലുള്ള ആഹാരം കൊടുത്ത് വെന്റിലേറ്റർ ഇട്ട് വായു വരെ ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്ത് വർഷങ്ങളോളം അവരുടെ ജീവൻ നിലനിർത്തുന്നു. വാസ്തവത്തിൽ ആരാണ് സംസ്കാര സമ്പന്നർ, നമ്മളോ എസ്കിമകളോ?